So good afternoon all. ഇന്നൊരു ചെറിയ പോർഷൻ ഉള്ളൂ symmetric functions. A polynomial in the variable x1, x2, etc. xn is called a symmetric polynomial or a symmetric function of these variables if it is not changed by changing the order of the variable in any manner. So example ആയിട്ട് we have x square plus y square plus z square plus xy plus xz plus yz. നമ്മളിതിൽ എക്സും വൈയും കൂടെ അതിൽ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇക്വേഷൻസിൽ സെയിം തന്നെയായിരിക്കും. എക്സ് സ്ക്വയർ എന്നുള്ള വൈ സ്ക്വയർ ആവും, വൈ സ്ക്വയർ എന്നേരം എക്സ് സ്ക്വയറും ആവുന്നുണ്ട്. അതുപോലെ എക്സ് വൈ എന്നുള്ള ടൈം വൈ എക്സ് ആവും. എക്സ് ഇസഡ് വൈ ഇസഡ് ആയാലും വൈ ഇസഡ് എക്സ് ഇസഡ് ആവുന്നതുകൊണ്ട് ദാറ്റ് എക്സ്പ്രഷൻ വിൽ ബി സെയിം. അതുപോലെ തന്നെയാണ് നമ്മൾ എക്സും ഇസഡും കൂടെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും. Similarly, a cube plus b cube plus c cube minus 3abc are symmetric functions of three variables. ഇവിടെ നമ്മൾ എയും ബിയും സിയും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഒരു വ്യത്യാസവും വരില്ല. എയും ബിയും കൂടെ ഇന്റർചേഞ്ച് ചെയ്യുക, ബിയും സിയും കൂടെ ഇന്റർചേഞ്ച് ചെയ്യുക, ഇറ്റ് വിൽ ബി സെയിം. അല്ലെങ്കിൽ എയും സിയും കൂടെ ഇന്റർചേഞ്ച് ചെയ്യുക. സോ ദീസ് ആർ symmetric functions of three variables. ഇനി അടുത്തതിൽ x1 plus x2 minus x3 minus x4 into x1 plus x3 minus x2 minus x4 into x1 plus x4 minus x2 minus x3 is a symmetric function of four variables. ഇപ്പോൾ ഇവിടെ നമ്മൾ 2ന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3ക്ക് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്ത് ചെയ്ത് കഴിഞ്ഞാലും the expression will be same. Taking sum of all distinct terms obtained from a typical term x1 raised to alpha 1, x2 raised to alpha 2, etc. xm raised to alpha m, where alpha 1, alpha 2, etc. alpha m are positive integers, by replacing indices 1, 2, etc. m by all possible arrangements of m numbers taken out of 1, 2, etc. in symmetry functions of variable x1, x2, etc. xn is called a sigma function of the type alpha 1, alpha 2, etc. Of the type bracket alpha 1, alpha 2, etc. alpha m and is denoted by sigma x1 raised to alpha 1, x2 raised to alpha 2, etc. xm raised to alpha m. അതായത് നമുക്ക് ഏത് നമ്പറിനെയും ഈ ഒരു പോസിബിൾ കണ്ടീഷൻ അനുസരിച്ച് എഴുതാം. x1 raised to alpha 1, x2 raised to alpha 2, xm raised to alpha m. ഇനി ഇതിൽ ഇൻഡിസസ് 1 to m നമ്മളതിൻ്റെ എല്ലാ പോസിബിൾ അറേഞ്ച്മെന്റ്സും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ സിഗ്മ എന്നുള്ള നൊട്ടേഷൻ അനുസരിച്ച് എഴുതാം. ഫോർ എക്സാമ്പിൾ, ഫോർ n ഈക്വൽ ടു 4 സിഗ്മ x1 സ്ക്വയർ x2 സ്ക്വയർ x3 ഇസ് ഈക്വൽ ടു അതിൻ്റെ എല്ലാ പോസിബിലിറ്റിയും. ഈ 1ന് 2ഉം 3ഉം വരുന്ന രണ്ട് പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. സിഗ്മ x1 സ്ക്വയർ x2 സ്ക്വയർ x3 ഇസ് ഈക്വൽ ടു x1 സ്ക്വയർ x2 സ്ക്വയർ x3 പ്ലസ് x1 സ്ക്വയർ, ഇനി ഇവിടെ 2ന് 3 എന്നുള്ള ചേഞ്ച് വരുത്തി, x1 സ്ക്വയർ x3 സ്ക്വയർ x2 പ്ലസ് x2 സ്ക്വയർ x3 സ്ക്വയർ x1 പ്ലസ് x1 സ്ക്വയർ x2 സ്ക്വയർ x4 അതിൻ്റെ എല്ലാ പോസിബിൾ ആയിട്ടുള്ളതും എഴുതുവാണ്. പ്ലസ് x1 സ്ക്വയർ x4 സ്ക്വയർ x2 പ്ലസ് x2 സ്ക്വയർ x4 സ്ക്വയർ x1 x1 സ്ക്വയർ x3 സ്ക്വയർ x1 പ്ലസ് x1 സ്ക്വയർ x4 സ്ക്വയർ x3 പ്ലസ് x3 സ്ക്വയർ x4 സ്ക്വയർ x1 plus x2 square x3 square x4 plus x2 square x4 square x3 plus x3 square x4 square x2 is a sigma function of the variables x1, x2, x3, x4. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിലും ഒക്കെ ഡിനോട്ട് ചെയ്തിട്ടുള്ള സിമ്പിളാണ് സിഗ്മ എന്നുള്ളത്. ഒരേപോലത്തെ എക്സ്പ്രഷൻ വരുവാണെങ്കിൽ അതിന് നമുക്ക് സിഗ്മ എന്നുള്ള നൊട്ടേഷൻ വെച്ച് സിഗ്മ x1 സ്ക്വയർ എന്ന് മാത്രമാണെങ്കിൽ 4 വേരിയബിൾസ് എന്നാണെങ്കിൽ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ പ്ലസ് x4 സ്ക്വയർ. ഇനി x1 സ്ക്വയർ x3 എന്നാണെങ്കിൽ ആ രീതിയിൽ എഴുതാവുന്ന എല്ലാ പോസിബിലിറ്റിയും നമ്മൾ എഴുതുക. ഒരു വേരിയബിളിൻ്റെ സ്ക്വയർ അടുത്തതിൻ്റെ സിംഗിൾ ഡിഗ്രി 1 ആയിട്ടുള്ള ടേം. സോ നെക്സ്റ്റ് ഈസ് ഇഫ് ഇൻ എ സിമെട്രിക് ഫംഗ്ഷൻ phi of x1, x2, etc. xn, if we substitute instead of variables the numbers alpha 1, alpha 2, etc. alpha n, which are the roots of the equation x raised to n p1 x raised to n minus 1 plus pn minus p2 x raised to n minus 2 plus etc. plus pn equal to 0. ഇതൊരു സിമെട്രിക് ഫംഗ്ഷൻ ഉണ്ട് നമുക്ക് x1, x2, etc. xn. അതിന് പകരമായിട്ട് നമ്മൾ നമ്പർ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, alpha 1, alpha 2.
അപ്പോൾ നമുക്ക് നമ്പർ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് ഒരു ഇക്വേഷൻ്റെ റൂട്ടാണ്. ഈ ഇക്വേഷൻ്റെ എക്സ് റേസ് ടു എൻ പി വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ അതിൻ്റെ റൂട്ട്സ് ആയിട്ടുള്ള നമ്പേഴ്സ് ഈ സിമെട്രിക് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ദിസ് നമ്പർ ഈസ് കോൾഡ് സിമെട്രിക് ഫംഗ്ഷൻ ഓഫ് ദ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ. ഇനി അതിൽ ആ സിഗ്മ ഓഫ് ആൽഫ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് റൂട്ട്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് പി വൺ, സിഗ്മ ആൽഫ വൺ ആൽഫ ടു ഈക്വൽ ടു പി ടു എക്സെട്ര. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ മറ്റേതിൽ പ്രോഡക്റ്റിനെ നമ്മൾ സിഗ്മ ഇട്ട് എഴുതില്ല, ഇവിടെ സിഗ്മ ഇട്ട് തന്നെയാണ് എഴുതുന്നത്. സിഗ്മ ആൽഫ വൺ ആൽഫ ടു എക്സെട്ര ആൽഫ എൻ ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു എൻ പി എൻ. Problem: verify that the following numbers are symmetric and break them into sigma functions. So question is, verify that the following numbers are symmetric and break them into sigma functions. അപ്പോൾ അതിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് പ്രോബ്ലം ഈസ് x1 plus x2 into x1 plus x3 into x2 plus x3. നമ്മൾ ഏറ്റവും ആദ്യം ഇത് ദിസ് ഈസ് എ സിമെട്രിക് ഫംഗ്ഷൻ എന്ന് നമ്മൾ ആദ്യം ഇത് കാണിക്കണം. സോ ഐ ടുക്ക് ദിസ് ആസ് എഫ്. ദിസ് ഫംഗ്ഷൻ ഈസ് ലെറ്റ് എഫ് ബി ദിസ് ഫംഗ്ഷൻ. ദെൻ if we replace x1 and x3, f is equal to, ഇവിടെ x1 പകരം x3 വന്നു, സോ x3 plus x2. ഇനി x1ഉം x3 ഇന്റർചേഞ്ച് ചെയ്തു, സോ ദിസ് ഈസ് x3 plus x1. നെക്സ്റ്റ് വൺ ഈസ് x2 ഒന്നും ചേഞ്ച് വരുത്തിയില്ല, സോ ദിസ് ഈസ് x2 plus x1. സോ ദിസ് വിൽ ബി the new expression is equal to is same as x3 plus x2 is same as x2 plus x3. So third and first terms are equal. Now x3 plus x1 is the same as x1 plus x3 and x2 plus x1 is same as x1 plus x2. So this will be same as f. Now if we replace x1 and x2, the new expression is first term എന്ന് പറയുന്നത് x1 x2 ഇന്റർചേഞ്ച് ചെയ്യുകയാണ്. So the first term becomes x2 plus x1 into next term is x1 plus x3. So that becomes x2 plus x3 into third term x2 ന് പകരം x1 വരും. So this becomes x1 plus x3. നമ്മളിത് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ടൈം ഈസ് x2 plus x1 is same as x1 plus x2. So first term is there in f. അടുത്തത് x2 plus x3 ആണ്, അതാണ് എഫിൻ്റെ ലാസ്റ്റ് ടേം. പുതിയ എക്സ്പ്രഷനിലെ സെക്കൻഡ് ടേം ഈസ് x2 plus x3, അതാണ് എഫിൻ്റെ ലാസ്റ്റ് ടേം. ന്യൂ എക്സ്പ്രഷനിലെ ലാസ്റ്റ് ടേം ഈസ് x1 plus x3, അത് എഫിൻ്റെ മിഡിൽ ടേം. സോ ദിസ് ഈസ് സെയിം as f. നൗ ഇഫ് യു റീപ്ലേസ്, നമ്മൾ x1 x3 റീപ്ലേസ് ചെയ്തു, x1 x2 റീപ്ലേസ് ചെയ്തു. നൗ റീപ്ലേസ് x2 and x3. The new expression is equal to x2 x3 ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ടേം ഈസ് x1 plus x3. സെക്കൻഡ് ടേം ഈസ് അടുത്തതിൽ നമ്മൾ x2 x3 ആണ് ഇത് ചെയ്യുന്നത്. സോ ദിസ് നെക്സ്റ്റ് ടേം ഈസ് x1 plus x2.
next term is x2 x3 interchange ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാൽ മതി x3 plus x2. ഇതും ആദ്യത്തെ ടേം ലാസ്റ്റ് ടൈം സെയിം തന്നെയാണ്. x3 plus x2 is same as x2 plus x3. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ടൈം ഈസ് x1 plus x3, അത് ഇവിടുത്തെ സെക്കൻഡ് ടൈം ആണ്. അവിടുത്തെ സെക്കൻഡ് ടൈം ഈസ് x1 plus x2, അത് ഇവിടുത്തെ ഫസ്റ്റ് ടൈം ആണ്. സോ ദിസ് ഈസ് സെയിം as f. ദാറ്റ് ഈസ് f ഈസ് എ സിമെട്രിക് ഫംഗ്ഷൻ. അപ്പം നമ്മളത് വെരിഫൈ ചെയ്തു അത് സിമെട്രിക് ആണ്. ഇനി നമ്മൾ അതിൻ്റെ സിഗ്മ നൊട്ടേഷനിൽ അതിനെ എഴുതണം. For that, write the expression x1 plus x2 into x2 plus x1 plus x3 into x2 plus x3. നമ്മളതിൻ്റെ സിഗ്മ നൊട്ടേഷനിൽ എഴുതുന്നതിന് മുമ്പ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. സോ ദിസ് ഈസ് ഫസ്റ്റ് രണ്ട് ടൈം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ x1 സ്ക്വയർ, അടുത്തത് x1 x3, അടുത്തത് x2 x1 പ്ലസ് x2 x3 into x2 plus x3 which is equal to x1 square x2 plus x1 square x3, അടുത്തത് x1 x2 x3, അടുത്തത് x1 x3 square, so x3 square x1, അടുത്തതിൽ x2 x1 into x2, so this is x2 square x1, അടുത്തത് x2 x1 into x3, this we can write as x1 x2 x3. Here no plus is there. Plus അടുത്തത് ലാസ്റ്റ് ടൈമിൽ x2 x3 into x2 square x3 plus x3 square x2. ഇനി ഇതിനെയാണ് നമ്മൾ സമ്മേഷൻ നൊട്ടേഷനിൽ എഴുതേണ്ടത്. ഇതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ കുറേ ടൈംസ് ഉണ്ട്, 6 ടൈംസ് ഉണ്ട്. ദിസ് വി ക്യാൻ റൈറ്റ് as സിഗ്മ x1 സ്ക്വയർ x2. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ പോസിബിലിറ്റി അതിൽ വന്നു. x1 ഇതിൽ വരാവുന്ന ചാൻസുകളെല്ലാം സിഗ്മ x1 സ്ക്വയർ x2ൽ വരാവുന്ന x1 സ്ക്വയർ x2 വരും, x1 സ്ക്വയർ x3 വരും. അത് രണ്ടും ഇതിലുണ്ട്. അടുത്തത് വരുന്നത് പ്ലസ് അടുത്തത് x2 സ്ക്വയർ x1 x2 സ്ക്വയർ x3, ആ രണ്ട് ടേംസ് ഇതിലുണ്ട്. അടുത്ത ടൈം x3 സ്ക്വയർ x1 x3 സ്ക്വയർ x2. ഇനി ഇതിൽ 2 ടൈംസ് ശരിക്കും സിഗ്മ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഇതിൽ എഴുതുമ്പോൾ സിഗ്മ ഇട്ടിട്ടാണ് എഴുതുക. 2 ടൈംസ് സിഗ്മ x1 x2 x3. ദിസ് ഈസ് ദ സിഗ്മ നൊട്ടേഷൻ. ആൻസറിൽ സിഗ്മ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. സിഗ്മ x1 സ്ക്വയർ x2 പ്ലസ് 2 ടൈംസ് സിഗ്മ x1 x2 x3. നമ്മൾ ഇതിൽ രണ്ട് കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് the given expression, whether the given expression is a symmetric function. Symmetric function ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം given ഫംഗ്ഷനെ f എന്ന് നെയിം ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, നമ്മൾ സിമെട്രിക് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ അതാണ്. നമ്മൾ ഒരു വേരിയബിളിനെ രണ്ട് വേരിയബിളിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും സെയിം ആയിരിക്കുന്നത്. സോ ഇഫ് യു റീപ്ലേസ് x1 ആൻഡ് x3, ദ ന്യൂ എക്സ്പ്രഷൻ ഈസ്, നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. ഇനി അതുപോലെ ഇഫ് യു റീപ്ലേസ് it is same as f. അതുപോലെ നമ്മൾ റീപ്ലേസ് x1 ആൻഡ് x2 ചെയ്തപ്പോഴും the new expression will be same as f, and similarly if you replace x2 and x3, the new expression is f itself. Therefore f is a symmetric function. ഇനി അടുത്തത് നമ്മൾ അതിനെ സിഗ്മ നൊട്ടേഷനായിട്ട് എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തു. എന്നിട്ട് എല്ലാ പോസിബിൾ, സിഗ്മയുടെ ഡെഫിനേഷൻ അതാണ്,
നമ്മുടെ ഇത് വെച്ചിട്ട് എല്ലാ പോസിബിൾ അറേഞ്ച്മെൻറ്റ്സും നോക്കിയിട്ട് അതിൻ്റെ സിഗ്മ നൊട്ടേഷൻ എഴുതുക. x1² x2 എന്നുള്ള ഇതിൽ സിഗ്മ x1² x2ൽ അതിൻ്റെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള സമ്മും അതിൽ വന്നിട്ടുണ്ട്. സിഗ്മ x1² x2ൽ വരാവുന്ന ചാൻസ് ഉള്ളത് 3 വേരിയബിളാണ് ഇവിടെ ഉള്ളത്. 3 വേരിയബിളും മാറ്റി മാറ്റി x1² x2 x1² x3 x2² x1 x2² x1 x2² x3 അതുപോലെ x3² x1 x3² x2. അപ്പം ഈ 6 ടേമും ഇതിലുണ്ട്. വി ക്യാൻ റൈറ്റ് ദിസ് ആസ് സിഗ്മ. അടുത്തത് x1 x2 x3 പ്ലസ് x1 x2 x3 2 ടൈംസ് x1 x2 x3. അതിന് നമ്മൾ സിഗ്മ നൊട്ടേഷനിൽ എഴുതി. നെക്സ്റ്റ് പ്രോബ്ലം ഈസ്, പ്രോബ്ലത്തിൽ ഒരു ചെറിയ എറർ പറ്റിയിട്ടുണ്ട്. x1 പ്ലസ് x2² x3, അടുത്തതിൽ x1 പ്ലസ് x3² x2, അടുത്തത് x2 പ്ലസ് x3². ദിസ് ഈസ് x1 ആണ്. നമുക്ക് PDF അയച്ച ശേഷമാണ് എറർ കണ്ടത്. സോ കറക്റ്റ് ദിസ്. സോ ദ ആൻസർ ഈസ്, ദിസ് ഈസ് x1 പ്ലസ് x2 all square into x3 plus x2 plus x3 all square, x1 plus x3 all square x2 plus x2 plus x3 all square x1. So നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, if we replace x1 by x2 the expression will be, നേരെ എഴുതിയാലും മതി, ചെക്ക് ചെയ്യണമെന്നില്ല. if we replace x1 by, if we interchange ആണ് ശരിക്ക്, if we interchange x1 and x2 the expression will be same. And if we replace x1 and x3 the expression will be പിന്നെ എന്താണ്, ഇപ്പോൾ x1 x2 x1 x3 ഇനി അടുത്ത് x2 x3. ഓൾസോ if we interchange x2 and x3 the expression is same. Therefore given expression is a symmetric function. നമ്മൾ അതിൻ്റെ സിഗ്മ നൊട്ടേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമുക്കതിനെ, this is x1 plus x2 all square x3 plus x2 x1 plus x1 plus x3 all square x2 plus
x2 plus x3 all square x1 which is equal to നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് അറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് ചെയ്യാം x1 സ്ക്വയർ പ്ലസ് 2x1 x3 x1 x2 പ്ലസ് x2 സ്ക്വയർ ഇൻറ്റു x3 പ്ലസ് x1 square plus x3 square plus 2x1 x3 into x2 plus x2 square plus x3 square plus 2x2 x3 into x1 which is equal to x1 square x3 plus x2 square x3 plus 2x1 x2 x3 plus x1 square x2 plus x3 square x2 plus 2x1 x2 x3 plus this is x1 x2 square x1 plus x3 square x1 plus 2x1 x2 x3 ഇതിൽ ഈ ഫസ്റ്റ് 6 ടേംസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ x1 സ്ക്വയർ x2 x1 സ്ക്വയർ x3 അതിൻ്റെ രണ്ട് പോസിബിലിറ്റി വന്നു അടുത്തതിൽ x2 സ്ക്വയർ x1ഉം x2 സ്ക്വയർ x3ഉം അതിൻ്റെ രണ്ട് പോസിബിലിറ്റി വന്നു x3 സ്ക്വയർ x1 ആൻഡ് x3 സ്ക്വയർ x2 so this can be written as sigma x1 square x2 അപ്പോൾ അതിലെല്ലാം വന്നു കഴിഞ്ഞു x1 സ്ക്വയർ x2 x1 സ്ക്വയർ x3 എല്ലാം വന്നു അടുത്തതിലുള്ളത് അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 ടൈംസ് സിഗ്മ x1 x2 x3 so this is the answer.